Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയിരിക്കുന്നു: തൈലത്തിൻ്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവനും നിറച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും നമ്മുടെ ലോകപ്രകാരമുള്ള വീട് ഫർണിച്ചറുകൾ കൊണ്ട്, പല ഐറ്റം കൊണ്ട് നമ്മൾ വീട് നിറയ്ക്കും. നമ്മുടെ ശരീരമാകുന്ന ഈ ബോഡിക്കകത്ത് നമ്മൾ ആഹാരം ഇങ്ങനെ പലതുകൊണ്ട് നിറയ്ക്കും. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒരു കാര്യം, നമ്മുടെ മന്ദിരമാകുന്ന ശരീരം സൗരഭ്യം കൊണ്ട് നിറയപ്പെടണം. നമ്മുടെ വീട് പരിശുദ്ധാത്മാവിൻ്റെ സൗരഭ്യത്താൽ നിറയപ്പെടേണ്ടത് ആവശ്യമാണ്. ഒരാത്മീകന്റെ വീട് നിറയുന്നത് എന്തുകൊണ്ടാണ്? ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട്, സ്നേഹം കൊണ്ട്, സമാധാനം കൊണ്ട്, സന്തോഷം കൊണ്ട്. ഇതൊക്കെയാണ് ഒരാത്മീകന്റെ വീട് നിറയേണ്ടത്. ദൈവമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത വേൾഡ്ലി തിങ്സ് കൊണ്ട് നിറയുന്നതായി കാണുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തിനാൽ നിറയ്ക്കപ്പെടുന്നു, അതിൻ്റെ ആ മണം ഉണ്ടായിക്കൊണ്ടിരിക്കും. നാം ക്രിസ്തുവിനെ കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതം, നാം പോകുന്ന ഇടം എല്ലാം ക്രിസ്തുവിൻ്റെ സ്വഭാവവും ക്രിസ്തുവിൻ്റെ സൗരഭ്യം കൊണ്ട് അവിടെ എല്ലാം നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ പാപം കൊണ്ടാണ് നിറയ്ക്കുന്നതെങ്കിൽ പോകുന്ന എല്ലാ സ്ഥലങ്ങളിലും പാപത്താൽ നിറയപ്പെടുവാൻ, പാപം വർദ്ധിക്കുവാൻ, പാപ സ്വഭാവങ്ങൾ വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ നാം ആത്മാവിൻ്റെ ഫലം കൊണ്ട് നമ്മളെ നിറയ്ക്കണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഇങ്ങനെ ആത്മാവിൻ്റെ ഫലം കൊണ്ട് നാം നമ്മളെ നിറയ്ക്കണം. ജഡത്തിൻ്റെ ഫലം കൊണ്ടല്ല നാം നിറയ്ക്കേണ്ടത്. ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരരുത്. ദുർനടപ്പ്, അശുദ്ധി, വിഗ്രഹാരാധന, ആഭിചാരം, ഈ പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്, ഇങ്ങനെ ഉള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നിറയ്ക്കുവാൻ പാടില്ല. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിൻ്റെ സ്വഭാവം കൊണ്ട്, ആത്മാവിൻ്റെ ഫലമുള്ളവരായി നിറച്ചു വേണം നാം മുന്നോട്ട് പോകുവാൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം ഉപേക്ഷിക്കാൻ ആഗ്രഹിച്ചിട്ടും ഉപേക്ഷിക്കപ്പെടാതെ കണ്ടിന്യൂ ചെയ്യുന്ന ചില ദുർനടപ്പുകൾ, പാപങ്ങൾ, പാപസ്വഭാവങ്ങൾ, അത് മാറണമേ എന്ന് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ യേശു കർത്താവ് അതിന്മേൽ നമുക്കൊരു വിടുതൽ തരും. അതിന്മേൽ വലിയൊരു മാറ്റം തരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാര്യങ്ങൾ അല്പം വൈകിപ്പോയത് കൊണ്ടോ, നടക്കാൻ താമസിച്ചത് കൊണ്ടോ, നടക്കാതിരുന്നത് കൊണ്ടോ നമ്മൾ ഭാരപ്പെടരുത്. നമ്മൾ അവിടെ പ്രാർത്ഥിച്ച് ജയമെടുക്കുകയും ധൈര്യം ഏറ്റെടുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഭയങ്കര വേദനയിലൂടെ പോകുന്നു. പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ല,
വിടുതലില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാർ. ചിലർ ചിന്തിക്കുന്നു, ഞാൻ എന്ത് ചെയ്താലും ഫെയിലുവർ ലൈഫ്. കർത്താവ് അതെല്ലാം മാറ്റി ഒരു വലിയ വിടുതല് ദൈവം നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകും. ഇന്ന് നമ്മുടെ ജീവിതത്തെ ആത്മാവിൻ്റെ ഫലം കൊണ്ട്, ആ സൗരഭ്യം കൊണ്ട് നമുക്ക് നിറയ്ക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ഭക്തിയുള്ള ഒരു ജീവിതം, വിശുദ്ധിയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ നാം നമ്മെ തന്നെ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നടക്കാൻ പോകുന്ന കോൺഫറൻസ്, എക്സോസിയ മെലേക്ക് കോൺഫറൻസിൽ നിങ്ങളേവരും വന്ന് അറ്റൻഡ് ചെയ്യണം. ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇവിടെ വന്ന് ഈ പ്രാർത്ഥനാ കൂടാരങ്ങളിൽ ഇരുന്ന് സമയം കിട്ടുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. ദൈവം ചെയ്ത ഒരു ഉപകാരങ്ങളും മറന്നു പോകാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിക്കുക. ഗോഡ് ബ്ലസ് യു, ലവ് യു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ കർത്താവെ, ഈ ജനത്തെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേൽ ഒരു വലിയ അനുഗ്രഹം കർത്താവ് കൽപ്പിക്കണമേ. അവരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്തണം, സ്വസ്ഥതകളെ കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ ഈ വചനം കേൾക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണം. അത്ഭുതം ചെയ്താട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.